നേരത്തെ പറഞ്ഞത് ഇതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല, ഇത് യൂറോപ്യൻ ലോയുടെ ഭാഗമാണ്. പക്ഷേ 2015 ജൂൺ തൊട്ട് യൂറോപ്പിൽ നിന്ന് വരുന്നവർക്കും ഞങ്ങൾ ലാംഗ്വേജ് റിക്വയർമെന്റ് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. 2015 ജൂൺ ആയപ്പോഴത്തേക്കും യൂറോപ്പിൽ നിന്ന് വരുന്നവർക്കും ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് യൂറോപ്പിൽ നിന്ന് UK ഒരു വർഷം ആവറേജ് ഒരു 10,000 പേര് നഴ്സിംഗ് ജോലിക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ പോളണ്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു നമ്പേഴ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അതൊരു നഴ്സിംഗ് ഷോർട്ടേജ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ആണ് ഞാൻ എൻ്റെ ഈ പെറ്റീഷൻ ലൈവിലുണ്ടായിരുന്നു. നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു കോൺഫറൻസിനകത്ത് ഒരു മീഡിയ പ്രവർത്തനം ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ഇവിടെ നഴ്സുമാർ വരുന്നില്ല എന്ന് പറഞ്ഞ് നഴ്സുമാരെ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയുന്നു. ഈ നഴ്സുമാരെ ഷോർട്ടേജ് വരാനുള്ള കാരണം നിങ്ങളുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൈറ്റീരിയകൾ വെച്ചിരിക്കുന്നത് നഴ്സാകേണ്ട ക്രൈറ്റീരിയ വെച്ചതിൻ്റെ കുഴപ്പമാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും കുഴപ്പമാണോ എന്ന് ചോദിക്കും. നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, നഴ്സുമാർ വരാത്തതാണ്, നഴ്സുമാർക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല, അതുകൊണ്ട് വിദേശത്ത് നഴ്സുമാർ വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ ഓൺലൈനിൽ ഇങ്ങനെ ഒരു പെറ്റീഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോറുകൾ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഉണ്ട്. ആ പെറ്റീഷൻ ഓൾറെഡി 10,000-ഓളം ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്, മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണെന്നാണല്ലോ എന്ന് അവർ പറയുന്നു. അത് പിറ്റേ ദിവസം നാഷണൽ മീഡിയയിൽ, എല്ലാ മീഡിയയിലും വലിയൊരു വാർത്തയായിട്ട് വരുന്നു. ഇത് വന്നപ്പോഴത്തോടുകൂടി പെട്ടെന്ന് ഈ ഒരു പെറ്റീഷൻ വൈറലാകും. കാരണം ടെലഗ്രാഫ് അടക്കമുള്ള എല്ലാ മീഡിയയിലും അതൊന്നൊരു വലിയ വാർത്തയായിട്ട് വന്നു 2016. ആ ഒരു പോയിന്റിലാണ് നഴ്സിംഗ് കൗൺസിൽ പറയുന്നു, ഓക്കെ, ഞങ്ങൾ സ്കോർ കുറയ്ക്കാം,